ചങ്ങായിമാരെ എന്തൊക്കെയുണ്ട്, സുഖമാണല്ലോ അല്ലേ? ഞാൻ ഇന്ന് എൻ്റെ സ്വന്തം നാട്ടിൽ ഒരു വിവാഹത്തിന് പോയപ്പോൾ എനിക്ക് തോന്നി ഇവിടുത്തെ കുറച്ച് വീഡിയോ ചെയ്താലോ എന്ന്. അപ്പോൾ അങ്ങനെ കരുതിയിട്ട് ഇതാ എൻ്റെ എല്ലാ അടുത്ത സുഹൃത്തുക്കളാണ് ഇതിൽ ഉള്ള മുഴുവൻ മിക്കവാറും ആൾക്കാരും എൻ്റെ അടുത്ത സുഹൃത്തുക്കൾ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഒരു വീഡിയോ ചെയ്യാമെന്ന് തോന്നി. അങ്ങനെ ഞാൻ ഇതാ ഈ ഒരു കാഴ്ചയാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ ഇത് പരിപാടി എന്താണെന്ന് വെച്ചാൽ ഒരു വിവാഹ റിസപ്ഷനാണ്. അതുപോലെ തന്നെ ഇവിടെ ഒരു സുന്നത്ത് കല്യാണവും കൂടിയുണ്ട്. അപ്പോൾ ആ ഒരു പരിപാടിയുടെ വീഡിയോസാണ് ഇപ്പോൾ ഞാൻ കുറച്ച് നിങ്ങൾക്ക് മുമ്പിൽ കാണിച്ചു തരുന്നത്. അതായത് ഫുഡ് കഴിക്കുന്നതും ഫുഡ് വിളമ്പുന്നതും. അപ്പോൾ ഫുഡ് ഉണ്ടാക്കുന്നത് നമുക്ക് കാണിച്ചു തരാൻ പറ്റിയിട്ടില്ല, കാരണം എത്തുമ്പോൾ ലേറ്റ് ആയത് കൊണ്ട് തന്നെ ആ ഒരു കാഴ്ച മാത്രം നമുക്ക് കാണിച്ചു തരാൻ പറ്റിയിട്ടില്ല. ഓക്കെ, അപ്പോൾ ഇതൊക്കെ എൻ്റെ അടുത്ത സുഹൃത്തുക്കളാണ്. എൻ്റെ സ്വന്തം നാടാകുമ്പോൾ സുഹൃത്തല്ലാത്തത് ആരും ഉണ്ടാവില്ലല്ലോ. ഇതെൻ്റെ സ്വന്തം നാടായ കാസർഗോഡ് ജില്ലയിലെ ബണപ്പത്തടുക്ക എന്ന് പറയുന്ന സ്ഥലത്താണ്. ഓക്കെ, അപ്പോൾ ഇത് വിവാഹ റിസപ്ഷനാണ്. എന്താ ഫുഡ് കഴിക്കുന്നതും അങ്ങനെ ഫുഡ് വിളമ്പുന്നതും. ഈ ഒരു കാണുന്ന ആളുണ്ടല്ലോ, ഇത് നമ്മുടെ വിവാഹ റിസപ്ഷൻ നടക്കുന്ന ആ ഒരു ചെറുക്കൻ്റെ ജ്യേഷ്ഠനാണ് നിങ്ങൾ കണ്ടത്. ഓക്കെ, ഇതാ വിളമ്പുന്ന കാഴ്ചകളും അങ്ങനെയുള്ള ഒരുപാട് നല്ല മനോഹരമായ കാഴ്ചയാണ്. അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ പറയട്ടെ, വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും മറന്നു പോകരുത്. ഇവരൊക്കെ ഫുഡ് ഉണ്ടാക്കുന്ന ആളാണ്. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഫുഡ് ഉണ്ടാക്കുന്ന ഒരു കാഴ്ച കാണിച്ചു തരാൻ പറ്റിയിട്ടില്ല. പിന്നെ ഇത് തങ്ങളാണ്, നമ്മുടെ തൊട്ടടുത്തുള്ള ഒരു തങ്ങളാണ്. അതുപോലെ തന്നെ ഇയാളും കുഞ്ഞാമ്മച്ചാന്ന് പറയും, അയാളും ഫുഡ് ഉണ്ടാക്കുന്ന ആളാണ്. ഓക്കെ, ഇതൊക്കെ സ്വന്തം നാട്ടുകാർ തന്നെയാണ്. ഓക്കെ, പുറത്തെ ആൾക്കാരല്ല, നാട്ടുകാർ തന്നെയാണ് ഫുഡ് ഉണ്ടാക്കുന്നത്. ഇവരൊക്കെ എൻ്റെ സുഹൃത്തുക്കളാണ്. ചെറുക്കൻ്റെ ജ്യേഷ്ഠന് ഇയാളാണ്, ഈ വെള്ള ഷർട്ടാണ്. ഓക്കെ, അനീഫ് എന്നാണ് പേര്. അപ്പോൾ ഇതിൽ ചെറുക്കനെയും അതുപോലെ തന്നെ മറ്റേ സുന്നത്ത് കല്യാണത്തിൻ്റെ ചെറുക്കനെയും ഞാൻ ഇതിൽ കാണിച്ചു തരാം. ഓക്കെ, കുഞ്ഞുമക്കൾ നല്ല പുതുവസ്ത്രങ്ങളൊക്കെ അണിഞ്ഞ് ഇവിടെ നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ കാണുന്നത്, അപ്പോൾ പേര് പറഞ്ഞ് നിങ്ങൾ ഇതാക്കുമ്പോൾ ഇതിൽ പല ആൾക്കാരെയും പേര് പറയാൻ വിട്ടുപോകും. അപ്പോൾ ഈ ബ്ലാക്ക് ഷർട്ട് ഉണ്ടല്ലോ, ഇതാണ് ചെറുക്കൻ, അതായത് നിസാർ എന്നാണ് അതിൻ്റെ ചെറുക്കൻ്റെ പേര്. ഓക്കെ, ഇവനാണ് ചെറുക്കൻ. ഇവരൊക്കെ എൻ്റെ അടുത്ത സുഹൃത്താണ്. ഓക്കെ, അവർ പറയുന്നതൊന്നും ഞാനിതിൽ പിടിച്ചിട്ടില്ല, കാരണം അതൊക്കെ സൗണ്ട് ഓഫാക്കിയിട്ടാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇത് കാട്ടുമാങ്ങ എന്ന് പറയും. ഈ കാണുന്നത് മാങ്ങയാണ്, അതായത് ചെറുമാങ്ങ. ഓക്കെ, കണ്ടല്ലോ, ഇത് ചെറുക്കനാണ്. സുന്നത്ത് കല്യാണത്തിൻ്റെ ചെറുക്കനാണ്. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലുള്ള വീഡിയോസ് കാണുമ്പോൾ ഒരുപക്ഷെ ഗൾഫിലുള്ള ആൾക്കാർക്ക് ഏറ്റവും സന്തോഷം തോന്നും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇത്തരം വീഡിയോസ് ചെയ്യുന്നത്. കണ്ടല്ലോ, അപ്പോൾ ഗൾഫിലുള്ളവർക്ക് ഇതൊക്കെ കാണുമ്പോൾ വളരെയധികം സന്തോഷം തോന്നും. അപ്പോൾ അവരോട് പ്രത്യേകമായിട്ട് ഒന്നും കൂടി അറിയിക്കുകയാണ്, നിങ്ങൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കാനും ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യാനും മറന്നു പോകരുത്. ഓക്കെ, അപ്പോൾ ഇത് ഗൾഫിലുള്ളവർ മാത്രമല്ല, നാട്ടിലുള്ളവരാണെങ്കിലും ഈ വീഡിയോ കാണുന്ന മുഴുവൻ ആൾക്കാരും ഈ പറഞ്ഞ കാര്യം ചെയ്യണം. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ലൈക്കും ഷെയറും സപ്പോർട്ടുമാണ് നമുക്ക് ഏറ്റവും വിലപ്പെട്ടത്. അപ്പോൾ അത് മറന്നു പോകരുത്. ഓക്കെ.
ഇവരൊക്കെ പറയുന്നതൊന്നും ഇതിൽ സൗണ്ട് കൊടുത്തിട്ടില്ല, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ. അപ്പോൾ ഇതിൽ ചുരുങ്ങിയ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതായത് ഫ്രണ്ടിൽ ഭക്ഷണം കഴിക്കുന്നതിൻ്റെയും ഭക്ഷണം വിളമ്പുന്നതിൻ്റെയും അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ അതായത് ഞാൻ ലേറ്റായി പോയത് കൊണ്ട് തന്നെ ഇതിന് ഫുള്ളായിട്ട് വീട് മുഴുവനായിട്ട് എടുക്കാനുള്ള ഒരു പെർമിഷൻ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അത് ചോദിച്ചതുമില്ല. അപ്പോൾ സ്ത്രീകളെല്ലാം ഉൾപ്പെടുത്തിയിട്ട് നമുക്ക് വീഡിയോ ചെയ്യാനും ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫ്രണ്ടിലെ കുറച്ച് കാഴ്ച മാത്രമാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് ഫോട്ടോസ് ഇങ്ങനെ കാണാം. ഓക്കെ, ഇതിൻ്റെ അവസാന ഭാഗമാണ്. ഇതാ കണ്ടല്ലോ. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ആരും മറന്നു പോകരുത്. കണ്ടാൽ മാത്രം പോരാ, നിങ്ങൾ ഷെയർ ചെയ്യും, ലൈക്ക് ചെയ്യും, കമൻറ്റ് ചെയ്യും വേണം. ഓക്കെ, അപ്പോൾ തുടർന്ന് നമുക്ക് ഇതുപോലെ നല്ല നല്ല വീഡിയോസുമായിട്ട് ഇനിയും നിങ്ങൾക്ക് മുമ്പിൽ എത്താവുന്നതാണ്. ഓക്കെ, എന്താ കണ്ടല്ലോ. ഗൾഫിലുള്ള ആൾക്കാർക്ക് ഒരു വിവാഹത്തിന് പങ്കെടുത്തത് പോലെ തോന്നിയില്ലേ അല്ലേ? അപ്പോൾ അതിനും വേണ്ടിയിട്ടാണ് ഇത്തരം ഒരു വീഡിയോസ് ചെയ്തത്. ഓക്കെ, അപ്പോൾ കൂടുതൽ വീഡിയോസുമായി നമുക്ക് ഇനിയും എത്താം. ഓക്കെ മൈ ഫ്രണ്ട്സ്, താങ്ക് യു.